നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യു പിയുടെ ഇന്റർവ്യൂ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറെ കുട്ടികൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരോടായി മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് വീഡിയോ ആയി ചെയ്യുന്നതാണ് എന്ന് തോന്നി. പലപ്പോഴും റീച്ച് ചെയ്യാനായിട്ട് കുറച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോയുടെ കാര്യങ്ങൾ അറിയാൻ താമസിക്കുന്നു എന്ന് പരാതി വരാറുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് പറയാമെന്ന് കരുതിയത്. അപ്പോൾ അനുജാസ് ടീച്ചിങ് ആസ്പിരൻസ് കഴിഞ്ഞ LP-UP പരീക്ഷ നടന്ന കാലഘട്ടം മുതൽ ആണ് ഇന്റർവ്യൂ പരിശീലന ക്ലാസ്സുകൾ ആരംഭിച്ചത്. അന്ന് മുതൽ തന്നെ കുട്ടികളെ കൃത്യമായ രീതിയിൽ നമുക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് ഏറ്റവും ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 13-14 മാർക്കുകൾ ഒട്ടുമിക്ക കുട്ടികളും നേടിയിട്ടുണ്ട്. മിക്ക കുട്ടികൾക്കും 12-13 മാർക്കുകൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ കഴിഞ്ഞ LP ഇന്റർവ്യൂവിന് കുട്ടികൾ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ പല ക്ലാസ്സുകളും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിളും ആണ്. ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കൂടി കേൾക്കുക. UP ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് LP പോലെയല്ല, കുറച്ചുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒന്നാണ് UP ഇന്റർവ്യൂ എന്ന് പറയുന്നത്. LP-യിലെ പല ചോദ്യങ്ങളും നിങ്ങൾ കണ്ടതാണ്. പല ജില്ലകളിലും നിലവാരം കൂടിയ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. ചിലയിടത്തൊക്കെ അത് പാടെ നിരാശാജനകമായ രീതിയിലും ഉണ്ടായി. അപ്പോൾ LP ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊന്നും LP നിലവാരത്തിൽ ഉള്ളതായിരുന്നില്ല. അപ്പോൾ UP ഇന്റർവ്യൂവിന് ചോദിക്കുക കുറച്ചുകൂടി നിലവാരം കൂടിയ തരത്തിലാകാനാണ് സാധ്യത. അതുപോലെ തന്നെ മാറിയ പാഠപുസ്തകങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. അത് LP മുതൽ തന്നെ ഉള്ള പാഠപുസ്തകങ്ങളെ കുറിച്ച് അറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനൊക്കെ പുറമെ വേണ്ടത് നന്നായി സംസാരിക്കാനുള്ള കഴിവാണ്. ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഉള്ളിൽ ആശയം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ. അപ്പൊ ആ പ്രകടനം എല്ലാവർക്കും കഴിവുള്ളവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റിലേക്ക് കടന്നു വന്നതും. പക്ഷെ പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ കുറവ് അത് നന്നായി കാണാനുണ്ട്. ആ ആത്മവിശ്വാസക്കുറവ് നമ്മളെ ഒരുപാട് റാങ്കുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ പരിശീലനത്തിനായിട്ട് ഇറങ്ങേണ്ടത്. അതല്ല, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് നന്നായി അറ്റൻഡ് ചെയ്യാനാകും എന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സ്വയം പരിശീലനം നേടാവുന്നതാണ്. അപ്പോൾ നന്നായി വായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു ശേഷി അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി വായിച്ചാൽ മാത്രം പോരാ, വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയാനും കഴിയണം. അതിനുള്ള വേദികളാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. ടീച്ചിങ് ആസ്പിരൻസിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ഇതിനുള്ള വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ടീച്ചിങ് ആസ്പിരൻസ്. അവിടെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡിസ്കഷൻ ടോപ്പിക്കുകൾ തരാറുണ്ട്. ആ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി അവയെ അനലൈസ് ചെയ്യുകയും ആ ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഭയം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത്. നമ്മളുടെ ഭാഷ ചിലർ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കാറുണ്ട്, അധ്യാപകരാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് സ്ഫുടമായി സംസാരിക്കണമല്ലോ എന്ന് ചിന്തിച്ച് പലപ്പോഴും അതങ്ങ് ആർട്ടിഫിഷ്യൽ രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ചിലര് വളരെ കൊളോക്കിയലായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുമുണ്ട്. ഇതൊക്കെ തന്നെയും നമുക്ക് വില്ലനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. അപ്പൊ അതിനുള്ള വേദികൾ തീർച്ചയായും ടീച്ചിങ് ആസ്പിരൻസിൽ ഉണ്ടാകും. മറ്റൊരിടത്ത് നിങ്ങൾക്ക് അത്തരം വേദികൾ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ടീച്ചിങ് ആസ്പിരൻസിന്റെ രീതി ഇതാണ്. ഡിസ്കഷൻ ടോപ്പിക്സിലൂടെ നമ്മൾ സ്വയം മോൾഡ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോവുക. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്യാനുള്ള ഹെൽപ്പ് ഉണ്ടാകും. നമ്മൾ പലതവണ ബയോഡേറ്റ ഫില്ല് ചെയ്യും, അത് തിരുത്തലുകൾക്ക് വിധേയമാക്കും. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് UP തലത്തിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബയോഡേറ്റ LP പോലെ ആകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. കുറച്ചുകൂടി ഭംഗിയായി അതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ബയോഡേറ്റയുടെ ഉള്ളിൽ നിന്നാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ചിലർ ചോദിക്കാറുണ്ട്, അയ്യോ ഞാനത് എഴുതിയാൽ അതേക്കുറിച്ച് ചോദ്യം ചോദിക്കില്ലേ? ചോദ്യം ചോദിക്കാനല്ലേ നമ്മൾ എഴുതുന്നത്. അതുപോലെ സത്യസന്ധമായ ബയോഡേറ്റ എഴുതുക. അപ്പൊ ഇതിനുള്ള
ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ അളക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ മറന്നുപോയ നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. അതിലൂടെ നമ്മൾ വളരെ സത്യസന്ധമായ രീതിയിൽ ബയോഡേറ്റ തയ്യാറാക്കുന്നു. അതിലെ ഭാഷ പലതവണ നമ്മൾ തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നു. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബയോഡേറ്റ അത് ആത്മവിശ്വാസത്തോടെ തയ്യാറാക്കി നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയാണ് നമുക്കുള്ളത്. അപ്പൊ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടാകും. മോക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ തന്നെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ആ ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകൾ ഓരോന്നും ടോപ്പിക്കായി കവർ ചെയ്യാനുള്ള കാരണം തന്നെ ചോദ്യം എങ്ങനെ വരുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പലതും ചോദ്യങ്ങളായി വരാറുണ്ട്. അതൊരിക്കലും നമ്മളുടെ വലിയൊരു ഗുണം അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം പ്രത്യേകത, മേന്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മൾ ടോപ്പിക്കായി കവർ ചെയ്യുന്നത് കൊണ്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം കിട്ടിയാലും അതേക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ്. അത് നിങ്ങളുടെ കഴിവാണ്. ആ കഴിവിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക മാത്രമാണ് ടീച്ചിങ് ആസ്പിരൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പലരും വീടുകളിലേക്ക് ഒതുങ്ങിപ്പോയവരാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്നതാണ്. അങ്ങനെ ഒതുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ടീച്ചിങ് ആസ്പിരൻസിൽ ഉണ്ടാകും. പേഴ്സണൽ കെയർ നിങ്ങൾക്ക് ലഭ്യമാകും. ആ പേഴ്സണൽ കെയറിലൂടെ നല്ല ഒരു അധ്യാപികയായി മാറാനുള്ള എല്ലാ കഴിവുകളും, നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കഴിവുകളെയും നമ്മൾ പുറത്തെടുക്കും. അതുപോലെ നിങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. പലപ്പോഴും വോയിസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ ഗൂഗിൾ മീറ്റുകൾ നടത്തുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനുള്ള അവസരം ടീച്ചിങ് ആസ്പിരൻസിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ നിങ്ങൾക്ക് അത് കൃത്യമായി ഉപയോഗിക്കാനാകും. ഈ ഒരു രീതിയിൽ ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ടീച്ചിങ് ആസ്പിരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും, കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ്, നിങ്ങളുടെ സംശയങ്ങൾ അവിടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഒട്ടുമിക്ക ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും. പത്രവായന, അതിനൊരു നോട്ട് ബുക്ക്, ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള നോട്ട് ബുക്ക്, ഇവയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പലപ്പോഴും നിർബന്ധിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഇത് ചെയ്യൂ എന്ന് പറയാൻ ഒരാളില്ലാതെ വരുമ്പോൾ നിങ്ങൾ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നത്. എല്ലാവരും വരണമെന്ന് ഞാൻ പറയില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ നമ്മൾ അവസരം കൊടുക്കുന്നുള്ളൂ. ചെറിയ ഗ്രൂപ്പാണെങ്കിലേ എല്ലാവരെയും ശ്രദ്ധിക്കാനും ആവുകയുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഏപ്രിൽ 25 വരെയാണ് അഡ്മിഷൻസ് എടുക്കുക. അതിനുശേഷം അഡ്മിഷൻസ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതായത് UP കൂടിയാണ്. അതിൻ്റെതായ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യമുള്ള ഇടമാണ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പോയി നമുക്കത് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ മുൻകൂട്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നവരുടെ ഇടയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ പുറകിലേക്ക് പോകാനും ഒരു സാധ്യതയുണ്ട്. അത് എനിക്കും കൂടുതൽ ടെൻഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏപ്രിൽ 25 നമ്മളുടെ ഫൈനൽ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ഡേറ്റിനുള്ളിലായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എങ്കിൽ അറിയിക്കുക. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ് ആസ്പിരൻസിന്റെ പരിശീലന രീതിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നന്നായി പ്രിപ്പയർ ചെയ്യുക. അത് ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ആരെയും നിർബന്ധിക്കില്ല. അതുപോലെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു എന്ന് കരുതി നിങ്ങളെ ഇന്റർവ്യൂ കഴിയുന്നത് വരെയും നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് കരുതണ്ട കേട്ടോ. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വർക്കുകൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ഇതൊക്കെ അംഗീകരിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട എക്സ്ക്യൂസുകൾ കൃത്യമായി, എന്തെങ്കിലും റീസൺ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ അപ്പുറം ടീച്ചറെ ഇന്ന് ഞാൻ ചെയ്തില്ല, നാളെ ചെയ്തില്ല, അങ്ങനെ ഓരോ ദിവസവും നമ്മളോട് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറയുന്നവരുണ്ട്. ചിലരൊന്നും മിണ്ടാതെയിരിക്കും. എന്തുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേക്കുറിച്ച് പറയുക. നമ്മൾ അധ്യാപകരാണ്. നമ്മുടെ
പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം അതുണ്ടാകണം. നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയായിട്ടല്ല, നിങ്ങൾ അധ്യാപകരായി തന്നെയാണ് അവിടെ പെരുമാറേണ്ടത്. അപ്പോൾ കൃത്യമായി ആ ഒരു ട്രാക്കിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അതിൽ മടി കാണിക്കുന്നവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാറുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തന്നെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറക്കി വിടുക അല്ലെങ്കിൽ റിമൂവ് ആക്കുക അല്ല ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായി അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാം ടീച്ചിങ് ആസ്പിറൻസിലും ഉണ്ടാകും. ഇനി ജോയിൻ ചെയ്യാനാകാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട. നമ്മൾ ഈ തരുന്ന പബ്ലിക് ആക്കുന്ന ക്ലാസ്സുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പൊ തന്നെ പഴയ പല വീഡിയോസും നമ്മൾ പബ്ലിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് പിന്നെ കുട്ടികൾ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്, തിരിച്ച് എന്തൊക്കെ തിരുത്തലുകളാണ് വരുത്തിയിട്ടുള്ളത്, ഇതെല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതൊക്കെ കേട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു കുറവും വരുത്തിയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് തരുന്നത്. നമ്മൾ പെയ്ഡ് ക്ലാസ് നടത്തുന്നു എന്ന് കരുതി അല്ലാത്ത ക്ലാസ്സുകളിൽ യാതൊരു കുറവും വരുത്താറില്ല. അവർക്ക് എങ്ങനെയാണോ ക്ലാസ് കൊടുക്കുന്നത് അതേ ക്വാളിറ്റിയിൽ അതേപോലെയാണ് നിങ്ങൾക്കും ക്ലാസ്സുകൾ തരാറ്. അപ്പോൾ ഫ്രീ ക്ലാസ്സുകൾ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ആകാം. അപ്പോൾ ടീച്ചിങ് ആസ്പിറൻസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ അറിയിക്കുക കേട്ടോ. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ, ഏപ്രിൽ 25-ന് ശേഷമുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് UP ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാലും മതി. അപ്പോൾ അത് നമ്മൾ സമയം പോലെ അവയെക്കുറിച്ചും ചെറിയ ക്ലാസ്സുകൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, ഒരിക്കലും പുറകോട്ട് പോകാതിരിക്കുക. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, മുന്നിലേക്ക് വരുന്നുണ്ട്. അവരൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നിലേക്കായി പോകരുത്. PSC പരീക്ഷകൾ പലത് വരുന്നുണ്ട്, അതിനും പ്രിപ്പയർ ചെയ്യണം. ഒപ്പം ഇന്റർവ്യൂവും. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് നമ്മളും പോകുന്നത് കേട്ടോ. ഇതൊരു ബേർഡൻ ആവുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാറില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കലും ട്രാക്ക് വിട്ടു പോകരുത്. ഡേറ്റ് വന്നില്ല എന്ന് കരുതി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഓക്കെ.